ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ധനം സമ്പാദിക്കുക, സുഖമായിട്ട് ജീവിക്കുക, ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ലോകത്തിൻ്റെ ഒരു ജീവൻ നയിക്കുക, ഇതല്ല നമ്മുടെ ആത്മീയ ജീവിതമെന്ന് പറയുന്നത്. അതേക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ വചനത്തിൽ കാണുകയാണ്. ഈ ധനികനായ മനുഷ്യൻ്റെ വീട്ടുവാതിക്കൽ ഒരു ദരിദ്രൻ കിടന്നിരുന്നു, ലാസർ എന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേര് ലാസർ എന്നായിരുന്നു, ഒരു പാവപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ശരീരത്തിൽ മുഴുവൻ വ്രണങ്ങൾ നിറഞ്ഞിരുന്നു, ഈച്ച പൊതിഞ്ഞ് ദുർഗന്ധം വമിച്ച വ്രണങ്ങൾ. ആ മനുഷ്യൻ ആ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന ഭക്ഷണം കൊണ്ടെങ്കിലും വിശപ്പടക്കാനായിട്ട് ആഗ്രഹിച്ചു, പക്ഷെ അതുപോലും കിട്ടിയില്ല. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കി. ഹല്ലേലൂയ. നായ്ക്കൾ, പട്ടികൾ വന്ന് വ്രണങ്ങൾ നക്കി. കഴിഞ്ഞ ദിവസം പദ്ധതി വായിച്ചു, പ്രായമുള്ള ഒരു അമ്മയെ ഒരു നായ ഓടിച്ചിട്ട് കടിച്ചു, പേയുള്ള നായ കടിച്ചു കീറുതായിട്ടൊക്കെ ഇങ്ങനെ വായിച്ചു. ഇവിടെ ലാസറിനെ ഒരു നായ നക്കിയതേ ഉള്ളൂ. ഇന്നാളൊരിക്കൽ വായിച്ചു, ഒരു കൊച്ചുകുട്ടിയെ നായ കടിച്ചു കീറി കൊന്നതായിട്ട്. പേപിടിച്ച നായ്ക്കൾ. ഇതുപോലെ തന്നെ പേപിടിച്ച മനുഷ്യരുമുണ്ട്. എന്ത് അധാർമികത ചെയ്യാനായിട്ട് മടിയില്ലാത്ത മനുഷ്യർ. ലാസർ എന്ന പാവമനുഷ്യൻ വ്രണങ്ങൾ നിറഞ്ഞ് എല്ലാവരാലും അവഗണിക്കപ്പെട്ടു. ആരും ഒന്ന് സഹായിക്കാനായിരുന്നു. ആ ധനികൻ ആ വഴിക്കേക്ക് തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. ലാസർ മരിച്ചു. സംഭവിച്ചെന്താ? ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് എടുത്തു, സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഈ ലോകത്തിൽ അവഗണനയും ഒറ്റപ്പെടലും തിരസ്കരണങ്ങളും രോഗങ്ങളും നൊമ്പരങ്ങളും എല്ലാം അനുഭവിച്ച് മഞ്ഞും ചൂടും തണുപ്പും വെയിലുമേറ്റ് ഒരു ഭിക്ഷക്കാരനെ പോലെ കിടന്ന ആ മനുഷ്യൻ്റെ ആത്മാവിനെ ദൈവദൂതന്മാർ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി, ദൈവ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. സ്വർഗമൊരു യാഥാർത്ഥ്യമാണ്, നരകമൊരു യാഥാർത്ഥ്യമാണ്, ശുദ്ധീകരണ സ്ഥലം ഒരു യാഥാർത്ഥ്യമാണ്. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. നോക്കൂ, ആ ധനികൻ മരിച്ച് അടക്കപ്പെട്ടു. ലാസർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ലാസർ മാലാഖമാരാൽ എടുക്കപ്പെട്ടു. ധനികൻ അടക്കപ്പെട്ടു, കല്ലറയ്ക്കുള്ളിൽ അടക്കപ്പെട്ടു. പിന്നെന്താ പറയുന്നറിയാവോ? അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ഹല്ലേലൂയ. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ലൂക്കാ 16:23 വചനം, അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെ കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹാമേ, എന്നിൽ കനിയണമേ, തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്നെ നാവ് തണുപ്പിക്കാൻ ലാസറിനെ അയക്കണമേ, ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. കണ്ടോ? നരകത്തിൽ കിടക്കുന്നു, അഗ്നിജ്വാലയിൽ യാതന അനുഭവിക്കുന്നു. ഒരിറ്റു വെള്ളം വേണം, ദാഹിച്ച് ഞാൻ വലയുകയാണ്, അഗ്നിയിൽ ആത്മാവ് വെന്തു നിറുകയാണ്, എനിക്കെൻ്റെ ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. നരകത്തിൻ്റെ അഗ്നിയിൽ കിടക്കുന്ന ധനികനായ ആ മനുഷ്യനെ അവിടെ വ്യക്തമായിട്ട് യേശു വരച്ചു കാണിക്കുകയാണ്. ഇത് നരകമുണ്ട് എന്നതിൻ്റെ വ്യക്തമായ ഒരു സൂചനയാണ്. ഇതാരും മറക്കണ്ട. നരകമൊരു യാഥാർത്ഥ്യമാണ്, സ്വർഗമൊരു യാഥാർത്ഥ്യമാണ്, ശുദ്ധീകരണ സ്ഥലം ഒരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. ഈയിടെ ഒരു സഹോദരി എന്നെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് എന്നോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം ഇപ്രകാരമായിരുന്നു: ബ്രദറെ, ഒരാൾ എന്നോട് പറഞ്ഞു, ഈ സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ്. ഈ കഷ്ടപ്പാടും ദാരിദ്ര്യവും പ്രയാസങ്ങളും നരകവും പീഡയും വിഷമങ്ങളും പിന്നെ സന്തോഷവും സുഖവും അതൊക്കെ ഇവിടെ തന്നെ, സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെ അനുഭവിക്കുന്നത്. ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ തീർന്നു.
ഇവിടെ ജീവിക്കുന്ന കാലം സുഖമായിട്ട് ജീവിക്കുക. ഇതിനപ്പുറത്ത് വേറൊരു സ്വർഗമൊന്നുമില്ല. ഒരു സഹോദരി എന്നെ ഫോണിൽ വിളിച്ച് ചോദ്യമാണ്, ബ്രദർ ഇത് സത്യമാണോ? ഞാൻ ചോദിച്ചു, ചേച്ചിയോട് ഈ പറഞ്ഞ ആൾ ക്രിസ്ത്യാനിയാണോ? അതെ ക്രിസ്ത്യാനിയാണ്. എങ്ങനെയുണ്ട്? ഒരു ക്രിസ്ത്യാനി തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും നരകമുണ്ട്. നരകമുണ്ട്. ഇപ്പോൾ ഈ വചനം കേൾക്കുന്നത് നിങ്ങൾ കുറിച്ചു വെച്ചോ. നരകമുണ്ട്, നരകമുണ്ട്, നരകമുണ്ട്. യഥാർത്ഥ നരകം. അഗ്നിജ്വാല കത്തുകയാ. അവിടെ നമ്മുടെ ആത്മാവ് അഗ്നിയിൽ കത്തി വെന്തു നീറുകയാ. പാപത്തിൻ്റെ സുഖങ്ങളിൽ, ജഡത്തിൻ്റെ സുഖങ്ങളിൽ, ലോകമോഹങ്ങളിൽ, കണ്ണുകളുടെ ആസക്തിയിൽ, ഭോഗാസക്തിയിൽ, ഭക്ഷണാസക്തിയിൽ, ലൈംഗിക സുഖങ്ങളിൽ, മദ്യത്തിൽ, ലഹരിയിലൊക്കെ, സുഖലോലുപതയിലൊക്കെ, ആഡംബരത്തിലൊക്കെ ഈ ലോകത്തിൻ്റെ സുഖമെല്ലാം അനുഭവിച്ചു ജീവിച്ചവരോർത്തുകൊള്ളുക, നരകം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾ വിഴുങ്ങുവാൻ കാത്തിരിക്കുക. സാത്താൻ നിങ്ങൾക്ക് വേണ്ടി വിശാലമായ വഴിയൊരുക്കിയിരിക്കുക. ലോകത്തിൻ്റെ സുഖം അനുഭവിച്ച ആ ധനികനായ മനുഷ്യൻ അവിടെ നരകത്തിലെത്തിച്ചെന്ന് വ്യക്തമായിട്ട് ഇവിടെ യേശു പഠിപ്പിക്കുക നമ്മളെ. ഇതാരും മറന്നു പോവണ്ട. നരകമുണ്ട് എന്നുള്ള ആ ഒരു കാര്യം മറക്കണ്ട ആരും. മരണത്തിൻ്റെ അപ്പുറം ഒന്നുകിൽ ദൈവത്തിൻ്റെ കൂടെ, അല്ലെ നിത്യനരകത്തിൽ സാത്താൻ്റെ കൂടെ ജീവിക്കാം. അതിനപ്പുറം വേറൊരു ജീവിതമല്ല. മത്തായിയുടെ സുവിശേഷം 25 അന്ത്യവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ത്യവിധിയിൽ ഒരു അവസാന തീരുമാനമായി. സ്വർഗം നരകം അതെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ വ്യക്തമായിട്ട് യേശു ഒരു ഉപമയിലൂടെ സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ആ അഗ്നിജാലയെ കിടന്ന് ആ ധനികൻ പറയുമ്പോൾ, ഒരിറ്റുദാഹജലം എൻ്റെ തൊണ്ടയിലേക്കൊന്ന് തരുവാനായിട്ട് ലാസറിനെ അയക്കണം. അപ്പോൾ ദൈവം എന്താ പറഞ്ഞെന്നറിയാമോ? നീ ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചാ ജീവിച്ചത്. ഒന്നിനും കുറവില്ലായിരുന്നു. അന്നല്ല ഫ്രിഡ്ജിൽ വെച്ച നല്ല തണുത്ത വെള്ളമൊക്കെ നീ കുടിച്ചില്ലേ? ബിയറൊക്കെ കുടിച്ചില്ലേ? നല്ല ലഹരിയൊക്കെ കുടിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആനന്ദിച്ചപ്പോൾ ലാസർ എന്ന മനുഷ്യൻ പട്ടിണി കൊണ്ട് കിടക്കുകയായിരുന്നു. വിശന്ന മനുഷ്യൻ്റെ വയറ് എരിയായിരുന്നു. അതേക്കുറിച്ച് നീ ചിന്തിച്ചില്ല. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവനിവിടെ ആനന്ദിക്കുന്നു, നീ വേദന അനുഭവിക്കുന്നു. ഇതാണ് നീതി, ഇതാണ് നീതി. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ നീതി. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കത്തില്ല. കണ്ടോ, ഒരു രക്ഷയില്ല. അവൾ ജീവിക്കുന്ന കാലത്ത് ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ചു ജീവിക്കുക. ലോകത്തിൻ്റെ സുഖമോഹങ്ങളിൽ മുഴുകിയുള്ള ജീവിതം അവസാനിപ്പിക്കാൻ ശക്തമായ മുന്നറിയിപ്പ് ഈ വചനത്തിലൂടെ കർത്താവ് നൽകുകയാണ്. ആ ധനികൻ പറയുകയാണ്, ഒരു കാര്യമെങ്കിലും ചെയ്യുക. എൻ്റെ സഹോദരങ്ങൾ 5 പേര് നാട്ടിലുണ്ട്, അവരെങ്കിലും ഈ സ്ഥലത്ത് വരാതിരിക്കുവാൻ ലാസറിനെ അയക്കണം. ദൈവം കൊടുക്കുന്ന ഉത്തരം, അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. അത് മതി, അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. ഈ വചനത്തിലൂടെ സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് ശക്തമായ ഒരു ആത്മീയ പാഠം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുകയാണ്. ഇത് ഹൃദയത്തിൽ ഏറ്റെടുക്കണം. നമ്മുടെ ജീവിതം ഇവിടെ തീരുന്നാൽ ഒരു മൃഗം ഭക്ഷിച്ച് തിന്ന് കുടിച്ച് വളർന്ന് അല്ലെ പ്രസവിച്ച് അങ്ങനെ ഇവിടെ ചത്ത ഒടുങ്ങുന്ന ഒരു ജീവിതമല്ല മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത്. മനുഷ്യന് ആത്മാവുണ്ട്. ഈ ആത്മാവ് ദൈവത്തിൽ എത്തിച്ചേരണം. ദൈവത്തിൽ എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ ഈ ആത്മാവ് സമാധാനത്തിൽ എത്തുകയുള്ളൂ. ലൂക്കായുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം.
ഒരു ഭൃത്യന് 2 യജമാന്മാരെ സേവിക്കുവാൻ സാധിക്കില്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കണം, മറ്റവനെ സ്നേഹിക്കണം. അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കണം, മറ്റവനെ നിന്ദിക്കണം. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ചു സേവിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ചു സേവിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം, ധനത്തെ സ്നേഹിക്കരുത്. ധനം നമുക്ക് ഉപയോഗിക്കാനുള്ളതാ. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ധനം ഉപയോഗിക്കുക, അധ്വാനിച്ച് പണം സമ്പാദിക്കുക, നമ്മുടെ ജീവിത ആവശ്യത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുക. ഒരിക്കലും ധനത്തെ സേവിക്കാൻ പാടില്ല. നമ്മൾ സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണ്, നമ്മൾ സേവിക്കേണ്ടത് ദൈവത്തെയാണ്, നമ്മൾ ജീവിക്കേണ്ടത് ദൈവത്തിനു വേണ്ടിയാണ്. വചനം പറയുന്നു, ലൂക്കായുടെ സുവിശേഷം 16:8 വചനം, കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു. എന്തെന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. ഈ യുഗത്തിൻ്റെ മക്കൾ, ഈ ലോകത്തിൻ്റെ മക്കൾ വെളിച്ചത്തിൻ്റെ മക്കൾ. വെളിച്ചത്തിൻ്റെ മക്കളാ ദൈവത്തിൻ്റെ മക്കൾ. വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. ആ ബുദ്ധി എന്ന് പറയുന്നത് ശരിക്കും സാത്താൻ കൊടുക്കുന്ന കുരുട്ടുബുദ്ധിയാ, ലോകത്തിൻ്റെ ബുദ്ധിയാ, വഞ്ചനയുടെ ബുദ്ധിയാ, കൗശലമാണ്. നേരായ ബുദ്ധിയൊന്നുമല്ല. ആ വെളിച്ചത്തിൻ്റെ മക്കൾ നേരായ വഴിക്ക് ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ മക്കൾ ചതിവിൻ്റെ വഞ്ചനയുടെ വഴിയോട് ജീവിക്കുക. ഈ അടുത്ത കാലത്ത് ഒരു മനുഷ്യൻ നമ്മുടെ ധ്യാനത്തിന് പങ്കെടുക്കുക, 2 കോടി രൂപ കടബാധ്യതയുള്ള മനുഷ്യൻ, ഒരു നല്ല മനുഷ്യനാ. അദ്ദേഹത്തിന് സംഭവിച്ച പാളിച്ച ഞാൻ ചോദിച്ചു, എങ്ങനെ കടബാധ്യത ഉണ്ടായി? അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടി എൻ്റെ വീടും സ്ഥലവും ഞാൻ ലോൺ എടുക്കുവാനായിട്ട് കൊടുത്തതാണ്. കൂട്ടുകാരന് ലോൺ എടുത്താൽ പണം കൊടുത്തു. എൻ്റെ പേരിലാണ് ലോൺ എടുത്ത് എൻ്റെ വീട് സ്ഥലവും ഉണ്ട്. 1 കോടി രൂപയ്ക്കോ മറ്റോ ഉണ്ട് വീട് വെച്ച് പണമെടുത്തു കൊടുത്തു. ആ പണം കൊണ്ടുപോയതല്ലാതെ കൂട്ടുകാരൻ ഒറ്റ പൈസ പോലും ബാങ്കിൽ തിരിച്ചടച്ചിട്ടില്ല. ചതിവായിരുന്നു. അദ്ദേഹം പറയുകയാണ്, എൻ്റെ മക്കൾ ഇപ്പം വിദേശത്ത് പോയി, എൻ്റെ കുഞ്ഞുങ്ങൾ പണിയെടുക്കുന്ന പൈസ, എനിക്ക് പെൻഷൻ കിട്ടുന്ന പൈസ മുഴുവൻ ബാങ്ക് ലോണിന് വേണ്ടി അടച്ചുകൊണ്ടിരിക്കുകയാ. ആ മനുഷ്യൻ വലിയ വേദനയില്ല. 1 കോടി രൂപ എടുത്തു കൊടുത്തപ്പോൾ 2 കോടി രൂപയോളം കടബാധ്യതക്കാരനായിട്ട് മാറിയിരിക്കുക. ചതിവ് നിറഞ്ഞ, വഞ്ചന നിറഞ്ഞ ഒരു ലോകത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതുപോലെ എത്രയെത്ര കഥകൾ നമ്മൾ ജീവിതത്തിൽ കേൾക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. ഈ യുഗത്തിൻ്റെ മക്കൾ ദൈവമക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. കുരുട്ടുബുദ്ധി, വഞ്ചനയുടെ ബുദ്ധി, ചതിവിൻ്റെ ബുദ്ധി അവരുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. ദയവ് ചെയ്ത് ആർക്കും ജാമ്യം നിൽക്കരുത്. നിന്നെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും സഹായം ചെയ്ത് അവിടെ അവസാനിപ്പിച്ചുകൊള്ളുക. വീടും വസ്തുക്കളൊന്നും ആർക്കും വേണ്ടി എഴുതി കൊടുത്ത് ബാങ്കിൽ വെച്ച് കാശൊന്നും എടുത്ത് കൊടുക്കാതിരിക്കുന്നതാണ് ബുദ്ധി. സൂക്ഷിക്കുക. വിവേകം വേണം. നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് കർത്താവ് വലിയ ഒരു പാഠമാണ് നൽകുന്നത്. ധനികനായ മനുഷ്യൻ നരകത്തിൽ കിടന്ന് അഗ്നിജ്വാലയിൽ പൊള്ളുകയാണ്. ചില വിശുദ്ധരെ ദൈവത്തിൻ്റെ ആത്മാവ്, അതുകൂടാതെ പരിശുദ്ധ ദൈവമാതാവൊക്കെ ചില വിശുദ്ധാത്മാക്കളെയൊക്കെ ഈ സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലമൊക്കെ നേരിട്ട് കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടെന്ന് അവരുടെ ജീവിതത്തിൽ പറയുന്നുണ്ട്. നേരിട്ട് സ്വർഗവും നരകവും ഒക്കെ ശുദ്ധീകരണ സ്ഥലമൊക്കെ അവരെ കാണിച്ചിട്ടുണ്ട്. ഇതൊരു സത്യമാണെന്നേ. അതുകൊണ്ട് ഒന്ന് ഇത് കേൾക്കുന്നവരൊന്ന് ചിന്തിക്കണം. നരകമുണ്ട് കേട്ടോ. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, നിത്യമായ ജീവിതം. അത് ദൈവത്തിൻ്റെ കൂടെ ആകാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. നരകത്തിൽ പതിച്ച ധനികൻ്റെ അവസ്ഥ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. നരകമെന്ന ആ വലിയ സത്യം നമ്മൾ മറന്നു പോകരുത്. സ്വർഗമെന്ന ആ വലിയ സത്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൽ ആഴമായ ദൈവിക ജ്ഞാനം കൊടുക്കണമേ.
കർത്താവേ, കരുണ വർഷിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ ബുദ്ധിയെയും ചിന്താമടത്തെയും കെട്ടിയിട്ടിരിക്കുന്ന പൈശാചിക അരൂപികളുടെ ബന്ധനങ്ങൾ വിട്ടൊഴിയട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ദൈവജനത്തിന് വിവേകവും സുബോധവും നൽകണമേ. ദൈവമാതാവേ, ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ. ആമേൻ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.